വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ച അല്ലെങ്കിൽ ഒരുപാട് പേര് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ ഫാൻ ഫൈറ്റ് എക്കാലം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ലാലേട്ടനെ മറ്റുള്ള നടന്മാരായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഞാൻ തന്നെ എൻ്റെ ചാനലിൽ കുറേ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചിലർ നമുക്കറിയാം, അതിൽ ഏറ്റവും നമുക്ക് എന്താ പറയുക, മമ്മൂക്കനെ വെച്ച് ലാലേട്ടനെ കമ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നു. കാരണം ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിലൊരു നടനെ ലാലേട്ടനായിട്ട് കമ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കമൽഹാസൻ എന്ന് പറഞ്ഞ ആക്ടർ മാത്രമാണ്. നമ്മളിത് ഞാൻ പറയില്ലേ, ചുമ്മാ ബാലിശമായിട്ട് ചുമ്മാ മമ്മൂക്കയായിട്ട് കമ്പയർ ചെയ്യുന്ന അവർക്ക് ഫാൻസിന് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. കുറച്ചുകൂടെ സെൻസോട് കൂടി ചിന്തിച്ചിട്ട് ആക്ടിങ്ങിന്റെ എല്ലാ തലങ്ങളും എന്താണ് ആക്ടിങ്, നമ്മളൊരു ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ആക്ടറായിട്ട് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ആയിട്ട് കാണാനുള്ള കാരണം പറഞ്ഞാൽ വീണ്ടും പറയുകയാണെങ്കിൽ പോലും എല്ലാ ഇമോഷൻസും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ചെയ്യാൻ പറ്റുന്ന, അഭിനയിച്ച് പ്രതിഫലിക്കാൻ പറ്റുന്ന ഒരു നടൻ ലോകത്തിൽ തന്നെ. അങ്ങനെയാണ് നമ്മൾ ആക്ടിങ് ആ ടാലൻസിനെ കമ്പയർ ചെയ്യുക. സോ അങ്ങനെ വെച്ച് മമ്മൂക്കയൊക്കെ ഒരിക്കലും ലാലേട്ടൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാറ്റി തന്നെ വെക്കാം. പിന്നെയും നമുക്ക് കമൽഹാസൻ എന്ന് പറഞ്ഞ ആക്ടറായിട്ടാണ് ലാലേട്ടനെ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ കമൽഹാസൻ ലാലേട്ടനെ പോലെയാണ്. ഏത് റോളും വഴങ്ങുന്ന, ഏത് റോളും അദ്ദേഹത്തിന് വഴങ്ങുന്ന ഒരാളാണ് അദ്ദേഹം, കമൽഹാസൻ. അവിടെയും കമൽഹാസനും ലാലേട്ടനും തമ്മിലുള്ള ഡിഫറൻസ്, ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട് കമൽഹാസനൊക്കെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ ഇവർ രണ്ടുപേരാണ്. എന്നാൽ അവിടെയും ലാലേട്ടനും കമലും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചാൽ കമൽ അഭിനയിക്കുമ്പോൾ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ അവൻ അഭിനയിക്കുന്നതെന്ന് നമുക്ക് തോന്നും. എന്നാൽ ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ ക്യാമറ ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. ഒരുപാട് പേര് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്, ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ സുഹാസിനിയായിട്ട്, ആക്ടർ സുഹാസിനിയായിട്ട് ലാലേട്ടൻ്റെ ഇന്റർവ്യൂ ഞാൻ 2 ദിവസം നടന്നിട്ടുണ്ട്. അപ്പം അതില് സുഹാസിനി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ കമൽഹാസനെ വിട്ടിട്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ കമൽഹാസൻ മോഹൻലാലിന്റെ എത്രത്തോളം വലിയ ഫാനാണ്. കമൽഹാസൻ ലാലേട്ടൻ തമ്മിലുള്ള കമ്പാരിസൺ അവിടെ നിൽക്കട്ടെ. കമൽഹാസൻ ലാലേട്ടന്റെ എത്ര വലിയ ഫാനാണെന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു സബ്ജക്ട് മാത്രം, ഈ ഒരു ഇന്റർവ്യൂ മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഇത് കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത്. ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല, ശ്രുതി ഹാസൻ. എനിക്ക് ശ്രുതി ഹാസൻ 7ാം അറിവ് ടൈമിലൊക്കെ ഒരു ഇന്റർവ്യൂ മലയാളത്തിന് കൊടുത്തിരുന്നു. അന്ന് ശ്രുതി ഹാസൻ പറഞ്ഞൊരു പോയിന്റ്, അത് ഇപ്പൊ യൂട്യൂബ് ചാനൽ പോലും കാണുന്നില്ല. അത് ഞാനന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനത് നോക്കി. അന്നേ കുറെ അതിനുശേഷം പല പ്രാവശ്യം നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. അതിൽ വ്യക്തമായിട്ട് ശ്രുതി ഹാസൻ പറയുന്നുണ്ട്, അവരുടെ വീട്ടില്, അതായത് കമൽഹാസന്റെ വീട്ടിൽ അവർ എപ്പോഴും കാണാൻ മോഹൻലാൽ, അതായത് കമൽഹാസന് ലാലേട്ടന്റെ മൂവീസ് മാത്രമാണ് വീട്ടിലിരുന്ന് കാണാറ് എന്ന് ശ്രുതി ഹാസൻ പറയുന്ന വീഡിയോ യൂട്യൂബിലുണ്ടായിരുന്നു മുന്നേ. ശ്രുതി ഹാസൻ ഇന്റർവ്യൂല് ഒരു മലയാളം ചാനൽ ഇന്റർവ്യൂ കാണാം. അത് അവരുടെ വീട്ടിൽ അവർ ഏറ്റവും കൂടുതൽ ഇരുന്ന് കാണാൻ, കമൽഹാസൻ ഏറ്റവും ഇഷ്ടം കാണാനും മോഹൻലാലിന്റെ മൂവീസ് മാത്രമാണ്. അന്ന് അത് കേട്ടിട്ടുണ്ട്. ഇപ്പം അതിന്റെ കൂടെ പിന്നെ നമ്മള് പിന്നെ കമൽഹാസൻ തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ അഭിനയത്തിനെ കുറിച്ചിട്ട്. കമൽഹാസൻ ലാലേട്ടന് തോന്നുന്നു നമ്മൾ ഹൃദയത്തിനാണ് തോന്നിയത്. ഏതൊരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാത്തതിനെ പറ്റിയിട്ട് എന്റെ അവാർഡിന് ഞാൻ, അതായത് ലാലേട്ടൻ ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാത്തത് കൊണ്ട് ഈ നാഷണൽ അവാർഡിന്, എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡിന് ഞാൻ വാല്യൂ കാണുന്നില്ല എന്ന് വരെ പറഞ്ഞതാണ് കമൽഹാസൻ. അപ്പം അതിന്റെ കൂടെ ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പം ഇതിൽ സുഹാസിനി കമൽഹാസനും ഒക്കെ റിലേറ്റീവ്സ് ആണ്. സുഹാസിനി പറഞ്ഞൊരു പോയിന്റ്, ലാലേട്ടൻ വളരെ രസകരമായ ഇന്റർവ്യൂ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും പറ്റണേ കണ്ടു നോക്കാം. അതിൽ പറഞ്ഞ 1-2 പോയിന്റ് ഉണ്ട്, അത് നമുക്കൊന്ന് കാണാം. ஹிந்தில ஹிந்தில. வித் ராம்கோபால் ஆ. வர்மாவோட ஸோ பண்ணீங்க. அது வந்து அவரோட ஃபேவரைட் ஆக்டர் நீங்க. மணியோட ஃபேவரைட் ஆக்டர், ஐயோ! கமலோட ஃபேவரைட் ஆக்டர், ராம்கோபால் வர்மாவோட ஃபேவரைட். தெரியுமா உங்களுக்கு? கமலுக்கு நீங்க தான் ஃபேவரைட் ஆக்டர். தெரியும். நான் வந்து போய் மம்முட்டி கூட ஆக்ட் பண்ணிட்டு வரும்போது நான் சொன்னேன், ஐ அம் ஆக்டிங் வித் மம்முட்டினா, மோகன்லால் கூட நடிக்கலையான்னு கேட்பாரு. நீ மோகன்லாலோட ஆக்டிங் பார்க்கணும்னு பாரு. அப்போ கமலுக்கு 27 இயர்ஸ் தான். ம். எனக்கு 20 இயர்ஸ், அவருக்கு 27. 27 இயர்ஸ்லயே சொல்லுவாரு, மோகன்லால் பிரமாதமா நடிக்கிறாரு. யூ ஹேவ் டு வாட்ச் யுவர் ஃபிலிம். சோ இப்படி எல்லாரும் உங்களுக்கு ഫാൻസാ இருக்காங்க. ഈ പ്രീ ഇന്റർവ്യൂ മുഴുവൻ നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇതില് ഈ ഒരു ചെറിയ പോർഷൻ എടുത്തു പറയുകയാണെങ്കിൽ, ഈ മണിരത്നത്തിന് ഞാൻ തന്നെ ഈ സുഹാസിനി തന്നെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. സുഹാസിനി മമ്മൂക്ക ഫാനും മണിരത്നം ലാലേട്ടൻ ഫാനാണെന്ന്. സുഹാസിനെ ഇപ്പൊ അടുത്തൊരു മലയാളം ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. സുഹാസിനി മമ്മൂക്ക ഫാനാണ്, ബട്ട് മണിരത്നം, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടർ മണിരത്നം ലാലേട്ടൻ ഫാനാണ്. അപ്പൊ ഇപ്പോഴും അത് തന്നെ എടുത്തു പറയാം. അതിന്റെ കൂടെ സുഹാസിനി ചോദിക്കുകയാണ്, അതായത് കമല് ലാലേട്ടന്റെ ഭയങ്കര ഫാനാന്ന് അറിയൂലെന്ന് ലാലേട്ടൻ ചോദിക്കണം. എന്നിട്ട് പറഞ്ഞത്, അതിന് മുന്നേ നമ്മുടെ കാര്യം, കമൽഹാസന് 27 വയസ്സുള്ളൂ. അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ
സുഹാസിനി മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച് വന്നിട്ട് കമൽഹാസനോട് ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ കമൽഹാസൻ ചിരിച്ച് ചോദിക്കുന്നത്, നീ ലാലന്റെ കൂടെ അഭിനയിച്ചില്ലേ, നീ ലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ലേ, ലാലിനെ പോലത്തെ ഒരു വലിയ നടൻ എന്ന് പറഞ്ഞ് അതിന് 27 കമൽഹാസൻ 27 വയസ്സുള്ളപ്പോൾ. സോ ആ ടൈമിൽ പോലും തിരിച്ചറിഞ്ഞ ലാലേട്ടൻ ടാലൻസ് തിരിച്ചറിഞ്ഞ ഒരാളാണ് കമൽഹാസൻ. സോ എന്നോട് പലരും വീഡിയോ ഒരു കമ്പാരിസൺ ഈ അടുത്ത് പോലും കമന്റ് കൊണ്ട് കമൽഹാസൻ മോഹൻലാൽ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തോളാണ്. അപ്പൊ അതിൽ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി കമൽഹാസൻ മോഹൻലാൽ കമ്പാരിസൺ അല്ല, കമൽഹാസൻ ഒരു മോഹൻലാൽ ഫാനാണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പൊ നമുക്കെല്ലാം സംസാരിക്കാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൽഹാസൻ മാത്രമാണ് ഈ ഒരു ആക്ടിങ് എബിലിറ്റീസ് വെച്ചിട്ട് ലാലേട്ടനോട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഇന്ത്യൻ ആക്ടർ. ഏത് ഇമോഷൻസ് ചെയ്യാൻ പറ്റി. പക്ഷെ അവിടെയും കമൽഹാസന് വരുന്ന പ്രശ്നം വെച്ചാൽ, പ്രശ്നം എന്ന് പറയില്ല, അത് അഭിനയിക്കാൻ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നാച്ചുറൽ ആക്ടിങ് അത് ലാലേട്ടനാണ് കമൽഹാസനെക്കാട്ടും കൂടുതലുള്ളത്. കാരണം രണ്ടുപേരും ഇപ്പൊ നിങ്ങൾ ഇമോഷൻസ് എടുക്കും. ഇപ്പൊ മമ്മൂക്കനെ നമ്മൾ പറയുമ്പോൾ മമ്മൂക്കയ്ക്ക് ചെയ്യാൻ പറ്റിയ 2-3 റോൾസ് ഉണ്ട്. അതായത് രൗദ്രമായ ഭാവം വെച്ച് നോക്കുമ്പോൾ രൗദ്രം, പിന്നെ സെന്റിമെന്റ്സ്, അത് രണ്ടുമാണ് മമ്മൂക്കയ്ക്ക്. അതിലാണ് മമ്മൂക്കയുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ്സ് അതാണ്. എന്നാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞാല് ഏത് ഭാവം ചെയ്യാൻ പറ്റും, ഏത് ഭാവം, ആക്ടിങ്ങിന്റെ ഏത് ഭാവം ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മളിപ്പോ നിങ്ങൾ ഏത് ഇന്ത്യൻ ആക്ടേഴ്സിനെ എടുത്താലും ഇതില് മമ്മൂക്കയ്ക്ക് ഇപ്പൊ 2 ഉള്ള പോലെ അടുത്ത ആക്ടേഴ്സ് 2-3 ഇമോഷൻ ചെയ്യാൻ പറ്റിയായിരിക്കും. ആ കണക്കിലാണ് ഞാൻ പറഞ്ഞത് കമൽഹാസനാണ് ലാലേട്ടനെ പോലെ എല്ലാ ഇമോഷൻസും ക്യാരി ചെയ്യാൻ പറ്റിയ ആക്ടർ. അപ്പൊ പോലും കമൽഹാസൻ എന്താ ഡിഫറൻസ് വെച്ചാൽ, കമൽഹാസൻ അഭിനയിക്കുമ്പോൾ നമുക്കത് അഭിനയിക്കാൻ തോന്നും. ലാലേട്ടൻ റോൾ ചെയ്യുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ ഫീൽ ചെയ്യാറില്ല. സോ അവിടെയാണ് ലാലേട്ടൻ എപ്പോഴും എല്ലാവരെക്കാട്ടും മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കമൽഹാസൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ നമ്പർ 1 അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ മോഹൻലാലിന്റെ ഫാനാകുന്നത്. ഇത് ഒരു കൗതുകപരമായ കാര്യം കണ്ടപ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് കേട്ടുമറിഞ്ഞുള്ള കാര്യങ്ങളാണ്. അത് ഈ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾ അത് ഷെയർ ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. ഈ വീഡിയോയിൽ ഇത്രയുള്ളൂ. അടുത്ത വീണ്ടും കാണാം.